ചെടിച്ചട്ടിക്കകത്ത് ഒളിച്ചു വെച്ച താക്കോലെടുത്ത് കള്ളൻ വീട് കുത്തി തുറന്ന് 16 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ടുപോയി. കട്ടപ്പനയിലാണ് ഈ സംഭവം. കട്ടപ്പന ജംഗ്ഷനിലെ പുളിയമലയ്ക്ക് പോകുന്ന റോഡിൽ ഇടതുവശത്തുള്ള പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള കടയും ആ കടയുടെ മുകളിൽ താമസവുമാണ് നെല്ലിക്കൽ ജോസ് തോമസ് എന്ന വ്യക്തി. അദ്ദേഹം കഴിഞ്ഞ ദിവസം 14/2/26 രാത്രി 8:30 മണിക്ക് വീട് പൂട്ടി അദ്ദേഹം ഭാര്യയും കട്ടപ്പന പള്ളിയിലെ പെരുന്നാളിന് പോയി. അന്ന് ശനിയാഴ്ചയായിരുന്നു. പെരുന്നാളെല്ലാം കഴിഞ്ഞ് രാത്രി അവർ വന്നു. ഞായറാഴ്ച അവിടെ ഉണ്ടായിരുന്നു. 16-ാം തീയതി അവർ തിങ്കളാഴ്ചയാണ് ഈ നോട്ട് 16 ലക്ഷം വീട്ടിൽ സൂക്ഷിക്കുന്ന നോട്ട് അവർ ഏതോ ആവശ്യത്തിന് പരിശോധിച്ചപ്പോഴാണ് കാണാനില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ അവർ CCTV ദൃശ്യം നോക്കി. അപ്പം തലേദിവസം ആയിരിക്കും മോഷ്ടിച്ചതെന്ന് കരുതി. പക്ഷേ 14-ാം തീയതി ശനിയാഴ്ച അവർ പള്ളിപ്പെരുന്നാളിന് പോയ ശേഷമാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. രാത്രി 8:30-ക്ക് അവർ വീട്ടിൽ നിന്ന് പോയി. അവർ കടയുടെ ഷട്ടർ തുറന്നെങ്കിൽ മാത്രമേ ഷട്ടറിനകത്തൂടെ വീട്ടിലേക്ക് 2-ാം നില വീട്ടിലേക്ക് കയറാൻ ഒക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കള്ളൻ തന്നെ ആയിരിക്കണം അത് വന്നത്. അവർ CCTV ദൃശ്യം നോക്കിക്കഴിഞ്ഞപ്പം കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടൊരു കള്ളൻ. അപ്പം വിരലടയാളം പതിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. ശരീരഭാഷ അറിയാതിരിക്കാൻ വേണ്ടി അവർ അതിന് പ്രത്യേക ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചിരിക്കുന്നു കള്ളൻ. പിന്നെ മുഖം നന്നായിട്ട് മറച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ഈ കേസിൻ്റെ 16 ലക്ഷം രൂപ അവിടുന്ന് മോഷണം പോയതെല്ലാം 500-ൻ്റെ കെട്ടുകൾ അടുക്കി വെച്ചിരുന്നത് മാത്രമാണ്. ബാക്കി ചില്ലറ നോട്ടുകളൊന്നും അവർ ആ കള്ളൻ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ആ വീടിൻ്റെ മുൻവശത്തെ കടയുടെ ഷട്ടർ തുറന്നെങ്കിൽ മാത്രമേ വീട്ടിനുള്ളിൽ കയറാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ കള്ളൻ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. സമീപവാസിയോ ഇവരെ പരിചയമുള്ള ഒരാൾ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എങ്കിലും മോഷ്ടാവ് പരിസരത്ത് തന്നെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നെല്ലിക്കൽ ജോസിൻ്റെ ബിസിനസ്സും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അദ്ദേഹം പള്ളിയിൽ പോയ സമയവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ കള്ളന്മാർ തൂത്തുപിറക്കി കാശ് മുഴുവൻ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ 500-ൻ്റെ നോട്ട് മാത്രം കൊണ്ടുപോകാൻ സൗകര്യത്തിന് ആയിരിക്കാം 500-ൻ്റെ നോട്ട് 16 ലക്ഷത്തിൻ്റെ നോട്ട് കെട്ടിവെച്ചിരുന്നത് മാത്രമാണ് കൊണ്ടുപോയിരിക്കുന്നത്. കൊണ്ടുപോയത് തീർച്ചയായിട്ടും ഏതെങ്കിലും സഞ്ചിയിലായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. കാരണം രാത്രിയിലെ പള്ളി പെരുന്നാൾ സമയത്ത് എല്ലാവരും അവിടുത്തെ കടക്കാരും മറ്റവരും ഒക്കെ കൂടുതലും ആൾക്കാരും പള്ളിയുടെ പരിസരത്തും പള്ളിയുടെ അവിടെ ആയിരിക്കാം. ഇവിടെ വളരെ വിജനമായിരിക്കാം. ഈ റോഡ് ഒരു തിരക്കുള്ള റോഡാണ്. കട്ടപ്പന പുളിയമല പോകുന്ന റോഡ്. ആ റോഡിൻ്റെ കടകൾക്കൊക്കെ ഏകദേശം നടുക്ക് തന്നെയാണ് ഈ പെട്രോൾ പമ്പ് ഇരിക്കുന്നത്. അതിന് സമീപത്തുള്ള വീട്ടിൽ നിന്നാണ് ഈ പണം പോയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കട്ടപ്പന പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഫിംഗർ പ്രിൻ്റ് കിട്ടാനുള്ള സാധ്യതയില്ല, കാരണം ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആളിൻ്റെ നടപ്പോ ഇരിപ്പോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അല്പസ്വല്പം പരിചിതമായ ആരെങ്കിലും ഒരാളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് കണ്ടെത്താനും പോലീസിന് പിടിക്കാനും വളരെ എളുപ്പമാണ് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ അതിനകത്ത് ആൾ വേഷം മാറി വളരെ പ്രത്യേക രീതിയിലുള്ള വേഷം അല്ലെങ്കിൽ ലൂസ് ഡ്രസ്സുകൾ ഇട്ടിട്ട് പോയെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ നടപ്പിലും ഇരിപ്പിലും അല്ലെങ്കിൽ നോട്ടത്തിലും ഒക്കെ ചില പ്രത്യേകതകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. അത് മനസ്സിലാക്കാതിരിക്കാനായിരിക്കാം. എങ്കിലും വീട്ടുകാർക്ക് കൂടുതൽ സമയം ആ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംശയമുള്ള ആൾക്കാരെ നടപ്പും അത് വെച്ചിട്ട് അവർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്നാണ്. കൂടുതൽ സമയം ആ ദൃശ്യങ്ങൾ പരിശോധിക്കണം അവർ. എങ്കിൽ മാത്രമേ അത് ആളാരാണ്, മിക്കവാറും അവരുമായിട്ട് ബിസിനസ് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടവരോ അവരുടെ ബന്ധുക്കളോ അകന്ന ബന്ധുക്കളോ അവരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവരോ ആണ്. ഒരു കള്ളനാകാനുള്ള പ്രൊഫഷണലായിട്ടുള്ളൊരു കള്ളനാകാനുള്ള സാധ്യത വളരെ കുറവുള്ളതായിട്ടാണ് തോന്നുന്നത്.